കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ചൂടേറിയ പോരാട്ട ഭൂമിയായി പാല വീണ്ടും മാറുകയാണ്. കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണി ഇത്തവണയും പാലയിൽ തന്നെ അംഗത്തിനിറങ്ങുമെന്ന് പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. കോട്ടയത്ത് നടന്ന വാർത്താ സമ്മേളനത്തിനിടെ നാടകീയ നീക്കങ്ങളിലൂടെയാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇക്കാര്യം അറിയിച്ചത്. മാധ്യമപ്രവർത്തകർ ജോസ് കെ മാണിയോട് മത്സരരംഗത്ത് ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നതിനിടയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടപെടുകയായിരുന്നു. ജോസ് കെ മാണിയുടെ കയ്യിൽ നിന്നും മൈക്ക് വാങ്ങി പാല ജോസ് കെ മാണിയുടെ ഹൃദയമാണ്, അദ്ദേഹം അവിടെ തന്നെ മത്സരിക്കുമെന്ന് റോഷി അഗസ്റ്റിൻ പ്രഖ്യാപിച്ചു. ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടെ പാലായിലെ രാഷ്ട്രീയ അന്തരീക്ഷം വല്ലാതെ ചൂടുപിടിച്ചിരിക്കുകയാണ്. സിറ്റിംഗ് MLA മാണി സി കാപ്പനും ജോസ് കെ മാണിയും തമ്മിലുള്ള വാക്പോര് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അതിരൂക്ഷമായി തുടരുകയാണ്. UDFന്റെ പടയൊരുക്കം ജാഥയിൽ പങ്കെടുക്കേണ്ട മാണി സി കാപ്പൻ പാലയിൽ പരദൂഷണം പറഞ്ഞു നടക്കുകയാണെന്ന് ജോസ് കെ മാണി പരിഹസിച്ചു. വികസന കാര്യങ്ങളിൽ കാപ്പൻ പരാജയമാണെന്നും അത് ചൂണ്ടിക്കാട്ടുമ്പോൾ വ്യക്തിപരമായ അധിക്ഷേപമായി കാണേണ്ടതില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. KM മാണിയുടെ തട്ടകമായ പാലായിൽ മാണി സാർ ഏറ്റവും അധികം തവണ തോൽപ്പിച്ച വ്യക്തിയാണ് മാണി സി കാപ്പൻ. എന്നാൽ കഴിഞ്ഞ തവണ മാണി സി കാപ്പനോട് പരാജയപ്പെട്ടത് ജോസ് കെ മാണിക്ക് വലിയ രാഷ്ട്രീയ ആഘാതമായിരുന്നു സൃഷ്ടിച്ചത്. പാലാ സീറ്റ് തിരിച്ചുപിടിച്ച മാണി സി കാപ്പനോട് രാഷ്ട്രീയമായ പ്രതികാരം വീട്ടുകയെന്ന ലക്ഷ്യത്തോടെയാണ് ജോസ് കെ മാണി ഇത്തവണ അംഗത്തിനിറങ്ങുന്നത്. മണ്ഡലത്തിലെ വികസന മുരടിപ്പ് മുഖ്യ ആയുധമാക്കാനാണ് ഇടതുമുന്നണിയുടെ തീരുമാനം. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പാലായിൽ ജോസ് കെ മാണി വിഭാഗം ശക്തമായ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. മണ്ഡലം കേന്ദ്രീകരിച്ച നിരവധി വികസന സെമിനാറുകളും ജനസമ്പർക്ക പരിപാടികളും അവർ സംഘടിപ്പിച്ചു കഴിഞ്ഞു. മറുഭാഗത്ത് മാണി സി കാപ്പൻ തന്റെ വ്യക്തിപരമായ സ്വാധീനത്തിലും UDF വോട്ടുകളിലുമാണ് പ്രതീക്ഷ അർപ്പിക്കുന്നത്. ഇരുവരും തമ്മിലുള്ള പോരാട്ടം ഫലത്തിൽ മാണി ഗ്രൂപ്പിന്റെ നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമായി മാറിയിരിക്കുകയാണ്. പാലാ ബൈപ്പാസ് ഉൾപ്പെടെയുള്ള പദ്ധതികളിൽ കാപ്പൻ അവകാശവാദം ഉന്നയിക്കുമ്പോൾ അതെല്ലാം KM മാണിയുടെ കാലത്ത് തുടങ്ങിയതാണെന്ന വാദമാണ് ജോസ് കെ വിഭാഗം ഉയർത്തുന്നത്. വ്യക്തിപരമായ ആരോപണങ്ങൾ മണ്ഡലത്തിൽ വില പോകില്ലെന്ന് ഇരുവരും പരസ്പരം ഓർമ്മിപ്പിക്കുന്നു. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കൂടുതൽ പ്രമുഖ നേതാക്കൾ പാലായിലേക്ക് പ്രചാരണത്തിനായി എത്തും. കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന VIP മണ്ഡലമായി പാല മാറിക്കഴിഞ്ഞു. ഇത്തവണ പാല ആരെ തുണയ്ക്കുമെന്നത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും.